പ്രിയമുള്ളവരെ, ശശിധരൻസ് വ്ലോഗിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് പതിവിന് വ്യത്യസ്തമായ ഒരു വീഡിയോ, ഒരു കോമഡി വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ ഒരു പാട്ടുമായി സംബന്ധിച്ചൊരു വീഡിയോ ആണ്, ദാസേട്ടൻ പാടിയ ഒരു പാട്ടുമായി. അപ്പോൾ ഒരു ഗോസിപ്പ് വീഡിയോ എന്ന് പറയാം. വെറുതെ എൻ്റെ മനസ്സിൽ തോന്നിയതാണ്, നടന്ന കാര്യമൊന്നുമല്ല, അതേ പറയാം. അതിൻ്റെ പേരിൽ വിഷമങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് ഇതോടെ. അപ്പോൾ പണ്ട് ദാസേട്ടൻ ചെറുപ്പത്തിൽ, ഞാനിത് എൻ്റെ മനസ്സിൽ എത്രയോ കാലം മുമ്പ് വന്നതാണ്, ഇപ്പോൾ ആണ് അത് ഇടുവാൻ തോന്നുന്നത്. ദാസേട്ടൻ പാടിയ ഒരു പാട്ടുമായി സംബന്ധിച്ചൊരു വീഡിയോ ആണ്. ദാസേട്ടൻ്റെ അയൽവക്കത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുമായി ദാസേട്ടന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പണ്ടത്തെ കാലത്തൊക്കെ ആണ് പെണ്ണിനോട് മിണ്ടാൻ പറ്റില്ല, പെണ്ണ് ആണിനോട് മിണ്ടാൻ പറ്റില്ല, അങ്ങനത്തെ എല്ലാം ഒരു കൺസെപ്റ്റായിരുന്നല്ലോ നമ്മളുടെയൊക്കെ കാലം. നമ്മൾ ദാസേട്ടൻ്റെ കാലം ഒരു 12 വയസ്സുള്ള ആളാണ് ഞാൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുട്ടി കാണുമ്പോൾ ചിരിക്കും, ദാസേട്ടൻ അങ്ങോട്ടും ചിരിക്കും. അപ്പോൾ ഉള്ളിൽ ഒരു കൽബ് വന്നു. അപ്പോൾ ദാസേട്ടൻ വിചാരിച്ച്, കുട്ടി ചിരിക്കുമ്പം വിചാരിച്ചു, ഓ ഇത് എനിക്കുള്ളവൾ തന്നെ, എന്നെ ആത്മാർത്ഥ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ പണ്ടൊക്കെ മൂത്തവർ പറയുന്നതനുസരിക്കുന്നതാണ് കീഴ്വഴക്കം. അങ്ങനെ ഇരിക്കുമ്പോൾ ദാസേട്ടന് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഒരു ദിവസം പെട്ടെന്ന് ഒരു വാർത്ത അദ്ദേഹത്തെ ദാസേട്ടന് തീരെ പ്രതീക്ഷിക്കാത്തൊരു വാർത്ത വന്നു. അതായത് കുട്ടിയുടെ കല്യാണം ആയിട്ടുണ്ട്. ആകെ തളർന്നു പോയി മൂപ്പർ, നമ്മളെ ദാസേട്ടൻ ആകെ തളർന്നു പോയി. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ അങ്ങനെ കല്യാണം തലേന്നായ സാധാരണ സ്ഥിതിയിൽ അയൽവക്കത്തൊക്കെ പോയി സഹായിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതുണ്ട്, പക്ഷേ എല്ലാം കുറഞ്ഞു. ഇപ്പോൾ ബുഫേ പരിപാടിയിലേക്ക് മാറി. അപ്പോൾ അന്ന് പച്ചക്കറിയെല്ലാം മുറിക്കുന്നുണ്ട്. അപ്പോൾ ദാസേട്ടനും ഫ്രണ്ട്സ് പറഞ്ഞ്, ദാസേട്ടൻ ഫ്രണ്ട്സിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷേ ഫ്രണ്ട്സ് പറഞ്ഞ്, നീ ബേജാറാണ്ട, നീ പോയി അവിടെ പോയി സഹായിക്കണം. അങ്ങനെ സഹായിക്കുന്ന കൂട്ടത്തിൽ ഒരു പൊട്ടിക്ക എന്ന് പറഞ്ഞ സാധനമുണ്ട്. പൊട്ടിക്ക, പച്ചക്കറി. പണ്ടൊക്കെ പച്ചക്കറിയല്ലേ, ഇപ്പോൾ അങ്ങോട്ട് തെക്കോട്ടെല്ലാം പച്ചക്കറി. നമ്മൾ ഇങ്ങനെ വടക്കോട്ട് മാത്രമേ ചിക്കനും മറ്റേതും എല്ലാം. അങ്ങോട്ട് ഇപ്പോഴും പച്ചക്കറി ആണെന്നാണ് എൻ്റെ ധാരണ. അന്നും പച്ചക്കറി. അപ്പോൾ പച്ചക്കറിക്ക് പൊട്ടിക്ക മുറിക്കുക ദാസേട്ടൻ. അപ്പോൾ ആ പൊട്ടിക്ക മുറിച്ചുകൊണ്ട്, അതായത് പൊട്ടിക്ക അരിഞ്ഞുകൊണ്ട് ഒരു പാടിയ പാട്ടാണ്. ആ പാട്ട് ദാസേട്ടൻ ഉച്ചത്തിൽ ഹൃദയം പൊട്ടി പാടിയ പാട്ടാണ്. പൊട്ടിക്ക അരിഞ്ഞുകൊണ്ടോ മേനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം, മനസ്സിനെ താമരയാക്കിയ ലക്ഷ്മി മാപ്പു തരൂ, എനിക്കു നീ മാപ്പു തരൂ. പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മേനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. ഇത്രയേ ഉള്ളൂ ഈ ചെറിയൊരു പാട്ടിന് വേണ്ടിയാണ്. ദാസേട്ടനെ ശ്രദ്ധയിൽപ്പെട്ടിനെ ആരംഗപ്പെടുത്തിയെങ്കിൽ ആ തമാശയാണ്, വേറെ ഒന്നല്ല. അങ്ങനത്തെ ഒന്നും ദാസേട്ടൻ്റെ മുൻകാലത്തെ പറ്റി ഒന്നും അറിയില്ല. പെടുത്തിയെല്ലാം കണ്ടാവും പ്രശ്നമോ എന്നറിയില്ല. ഒരു തമാശ മാത്രം. പൊട്ടിക്ക എന്നാണ് നമ്മൾ തലശ്ശേരിക്കാരൊക്കെ പറയുന്നത്. പൊട്ടിക്ക എന്ന് വെച്ചാൽ താലോലിക്ക എന്നും പറയും കണ്ണൂരുകാർ. പിന്നെ അങ്ങ് തെക്കോട്ടെത്തുമ്പോൾ വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല. ആ പൊട്ടിക്ക എരിഞ്ഞുകൊണ്ട് ദാസേട്ടൻ പാടിയ പാട്ടാണ് ഇത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മേനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം, മനസ്സിനെ താമരയാക്കിയ ലക്ഷ്മി മാപ്പു തരൂ, എനിക്കു നീ മാപ്പു തരൂ. ഇത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ മുമ്പിൽ ബുക്കൊന്നുമില്ല, ബുക്ക് നോക്കി പാടിയാൽ കുളമാവും. ഇത്രയും പറഞ്ഞുകൊണ്ട് ശശിധരൻസ് വ്ലോഗിൻ്റെ ഈ ലഘു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട്, ഇത് വെറും ഒരു കോമഡി മാത്രമാണ്. ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും ശശിധരൻസ് വ്ലോഗിൻ്റെ നന്ദി, നമസ്കാരം.